ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിളാണ്. എന്ന് വെച്ചാൽ റെഫറിന് ഫസ്റ്റ് ലവ് എടുക്കത്തുള്ളൂ, ഏറ്റവും പീക്ക് ലവ് മാത്രമേ റെഫർ ചെയ്യത്തുള്ളൂ. അതറിയണമെങ്കിലേ ഇപ്പോൾ പത്രോസിനോട് പറഞ്ഞില്ലേ ഈശോ, യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ ബിൽഡ് മൈ. കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചൊക്കെ പറഞ്ഞ സംഭവമാണത്. എന്താണ്? ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന്. അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നതുണ്ട്, അപാര സന്തോഷമായിരിക്കുക. പത്രോസ് റെക്കോർഡ് ചെയ്യണതാണ്, റെക്കോർഡിട്ട് എന്താണ്, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അങ്ങോട്ട് പറയും, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവിന് ആത്മാവിനിങ്ങനെ ആനന്ദിക്കും, ആഹ്ലാദത്തോടെ പറയും. പിന്നെ കർത്താവ് കൺട്രോളില്ല പറയുക, യു ആർ റോക്ക് സൈമൺ ബാർജോന, യു ആർ റോക്ക് ഐ ഇൻ ദിസ് റോക്ക് ഐ ഷ ബിൽഡ് മൈ ചേർച്ച്. എന്ത് രസമാണെന്ന് കേൾക്കാം. എനിക്ക് ഭയങ്കര ഈ കേക്ക് ഭയങ്കര അഭിഷേകം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പാറമേൽ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയാം. അപ്പോൾ ഇതാണ് പത്രോസിനെക്കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പത്രോസിനെ സ്നേഹിച്ചതായിട്ട് കർത്താവിന് ഫീൽ ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാപ്ചർ പോയിൻ്റ് ഇതാണ്. ഇത് ഇനി പത്രോസിനൊക്കെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യും. അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വിയർക്കണ സമയത്ത്. അപ്പോൾ നമുക്ക് നീതികേടാണ് നിർവികേടാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞത് എന്താണ്, സാരല്ലേ, ഇപ്പോൾ അവൻ്റെ റെക്കോർഡിൻ്റെയിലുണ്ട്, പഴയ റെക്കോർഡിൻ്റെയിലുണ്ടെന്ന്. എന്താണ് അതിന് ആ റെക്കോർഡ് എന്താ ചോദിച്ചാൽ, ആ റെക്കോർഡ് വെച്ചാൽ ഇപ്പോൾ ഓർക്കണം. എന്താ വെച്ചാൽ അവൻ പറയും ആത്മാവ് സന്നദ്ധമാണ്, പത്രോസിൻ്റെ ആത്മാവ് സന്നദ്ധമാണ്. ശരീരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും ചെറിയ കൗണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കൗണ്ട് ഡൗൺ വന്നിരിക്കുന്നതാണ്. പക്ഷേ അത് ഈശോ കൗണ്ട് ചെയ്യണില്ല.